മുസ്ലിമിനുണ്ടാകേണ്ടുന്ന രണ്ട് സ്വഭാവത്തെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുത്തുനബിക്കുണ്ടായിരുന്ന രണ്ട് സ്വഭാവമായിരുന്നു അത്. ആ സ്വഭാവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാവുക എന്നതിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ്. തഖ്വ എന്ന് പറയുന്നതാണ് ഒന്ന്. രണ്ടാമത്തെ ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവമാണ്. സൽസ്വഭാവം തഖ്വയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാവുക എന്ന് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൊണ്ടു നടക്കണം. തഖ്വയുള്ളവരാകണം, നല്ല സ്വഭാവമുള്ളവരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലും ദുനിയാവിലും നമ്മൾ പരാജിതരായിട്ട് നമ്മൾ മാറും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. വളരെയധികം തഖ്വയുള്ളവരായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അവിടെ നിന്ന് വളരെയധികം ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവത്തോടു കൂടെ പ്രവർത്തിക്കുന്നവരായിരുന്നു, സംസാരിക്കുന്നവരായിരുന്നു മുത്തുനബി തങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം وإنك لعلى خلق عظيم. നബിയെ, നിങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അത്രത്തോളം പ്രധാനമായിരുന്നു. മുത്തുനബിയുടെ പ്രവർത്തനങ്ങൾ അത്രത്തോളം നല്ല പെരുമാറ്റമായിരുന്നു, പ്രവർത്തനമായിരുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും അങ്ങനെ തന്നെയായിരുന്നു. മുത്തുനബി തങ്ങൾ വല്ലാത്ത സ്നേഹത്തോടെ സൗന്ദര്യത്തോടെ സംസാരിക്കുന്നവരായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മുത്തുനബിയുടെ സ്വഭാവം വളരെ സൗമ്യമായിരുന്നു. ഓരോരുത്തർക്കും തോന്നിപ്പോകും എത്തരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണമെന്ന് എന്റെ പ്രിയമുള്ളവരെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഖ്വയെ കുറിച്ചോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകുമുല്ലാഹി വഅത്ഖാകും ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യം ചെയ്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവർ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത്, സൂക്ഷ്മത പാലിക്കുന്നത്, അത് ഞാനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തേ മുത്തുനബി തന്നെ അങ്ങനെ പറയുന്നതെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇൽമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്മയെ കുറിച്ച് അറിയിക്കാൻ കഴിയുന്നത് മറ്റാരുമില്ലല്ലോ. ചില ആളുകൾക്ക് തോന്നിപ്പോകും, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എന്തിനാണ് മുത്തുനബി എന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ പറയുന്നത്? അപ്പൊ സ്വന്തം അവിടെ നിന്ന് ഇങ്ങനെ പുകയത്തലല്ലേ? അത് നമുക്ക് മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു തരാൻ നമുക്ക് മറ്റാരുമില്ല. അത് ഹബീബായ നബി തങ്ങൾ തന്നെയാണ് അള്ളാഹിനെ കുറിച്ചും പറഞ്ഞു തരുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചും പറഞ്ഞു തരുന്നത്, അള്ളാഹുവിന്റെ എല്ലാ നിയമങ്ങളും പറഞ്ഞു തരാൻ ആ മുത്തുനബി മാത്രമാണ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ആ ഒരു വിശ്വാസവും തഖ്വയും അവിടുത്തെ എല്ലാ സൂക്ഷ്മതയും നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് അത് അല്ലാഹുവിന്റെ വഹയിന്റെ നാക്കാണ്, വഹയാണ് സംസാരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞതാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുത്തുനബിയിലേക്ക് എത്തുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഏറ്റവും തഖ്വയുള്ളവർ ഞാനാണ്, അല്ലാഹുവിനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നത് ഞാനാണ്, പേടിക്കുന്നതും ഞാനാണ്.
മനസ്സിലാക്കണം. ആ ഹബീബായ നബി തങ്ങളുടെ പേടി എന്ന് ആലോചിച്ച് നോക്കും. എന്തിനാ മുത്തുനബി പേടിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാനിരിക്കുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, സ്വർഗം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അവിടുന്ന് പെരുമാറുന്നത്, അല്ലാഹുവിനെ പേടിക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നത് നോക്കൂ നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുമായിരുന്നു. വല്ല പാപം ഹബീബായ നബി തങ്ങൾക്കുണ്ടോ? പിന്നെ എന്തിനാണ് പിന്നാർ നബി തങ്ങൾ ഇങ്ങനെ അവിടുന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട ആവശ്യം? അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ രണ്ട് സ്വഭാവമുണ്ടല്ലോ, ഏത് തഖ്വയും അതുപോലെ തന്നെ സൽസ്വഭാവവും, ഈ രണ്ട് കാര്യങ്ങള് നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമായ കാര്യമാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മെ അടുപ്പിക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യം. തഖ്വ ഉണ്ടാവുക എന്നത്, നല്ല സ്വഭാവത്തോടു കൂടെ എല്ലാവരോടും പെരുമാറാ, നല്ല സ്വഭാവത്തിൽ നിൽക്കുക എന്നുള്ളത്. ഇനി നോക്ക്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്നിട്ട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു ഏറ്റവും കൂടുതൽ സ്വർഗം എളുപ്പമാക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത രണ്ട് കാര്യങ്ങളാണ് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്. നിങ്ങൾ തഖ്വയോട് കൂടെ ജീവിക്കണേ, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കണേ സ്വഹാബ. തഖ്വ വേണം, സ്വഭാവം നന്നാക്കുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അവിടുന്ന് സ്വർഗം എളുപ്പമാക്കാൻ. ദുനിയാവിൽ ജീവിക്കുന്നത് എന്തിനാ? സ്വർഗത്തിനല്ലേ? ഇവിടെ നമ്മൾ ജീവിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിനാണ്. ഇവിടെ നമ്മൾ റബ്ബിനോട് ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, ദുആ ചെയ്യുന്നതും സ്വർഗത്തിനാണ്, നിസ്കാരവും സ്വലാത്തും കാര്യങ്ങളൊക്കെ സ്വർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ സ്വർഗത്തിന് വേണ്ടി മാത്രമാണ് നമ്മളൊക്കെ പണിയെടുക്കുന്നത്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണല്ലോ മഹാന്മാര് പാടിയത്, തഖ്വൽ ഇലാഹു മദാറു കുല്ലി സഅദതി വബിഹാ യനാലുൽ അബൂദു കുല്ല മഖാമി വഹുസ്നുൽ ഖുൽഖി ലിന്നാസി സീനതു ആഖിലി يهدي إلى الفردوس والإكرام. മഹാനായ ശൈഖുൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, മഹാന്റെ വരികളാണ് നമ്മൾ ഇവിടെ ആലപിച്ചത്. മഹാനവറുകൾ പറയുന്ന കാര്യം എന്തെന്നറിയോ? തഖ്വൽ ഇലാഹു മദാറു കുല്ലി സഅദതി. ഈ തഖ്വ ചെയ്യൽ എല്ലാ കാര്യത്തിന്റെയും വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. ഏത് കാര്യത്തിനും വിജയിക്കണമെങ്കിൽ അവിടെ തഖ്വ വേണമല്ലോ. സംസാരം കൊണ്ട് നമ്മൾ വിജയിക്കണോ? തഖ്വയോട് കൂടെ നിൽക്കണം. ദുനിയാവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്താക്കി തരണോ? അതിനും തഖ്വ വേണമല്ലോ. സ്വർഗം പരലോകത്ത് നമുക്ക് വിജയിക്കണോ? മരിക്കുമ്പോ നമുക്ക് വിജയിക്കണോ? അവിടെയെല്ലാം സൂക്ഷ്മതയില്ലെങ്കിൽ, എല്ലാം അല്ലാഹുവിൻ്റെതാണെന്നുള്ള ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, അല്ലാഹുവാണ് എല്ലാം എന്നുള്ള ഏറ്റവും വലിയ നന്മ നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, ആ ഓർമ്മ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നഷ്ടപ്പെടുമല്ലോ. നോക്കൂ നിങ്ങൾ, വബിഹായനാലും അബ്ദു കുല്ല മഖാമി.
എല്ലാ ഉന്നതമായ സ്ഥാനമാനങ്ങളുണ്ടല്ലോ, എല്ലാത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് അല്ലാഹുവേ പടച്ചവനെ, എല്ലാ സ്ഥാനമാനങ്ങൾക്കും ഒരടിമക്ക് വേണ്ടത് അത് തഖ്വയാണ്. തഖ്വയാണ് ഒരടിമക്ക് ഏറ്റവും ഉന്നതമായ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ അത് തഖ്വ വേണമല്ലോ. വഹ്സുനുൽ ഖുൽഖി ലിന്നാസി സീനതു ആഖിലിൻ. ബുദ്ധിയുള്ളവർക്ക് സൽസ്വഭാവം ഏറ്റവും വലിയ മനോഹരമാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ സൽസ്വഭാവം മനോഹരമാണ്. അവന്റെ സ്വഭാവം നന്നായിരിക്കും. ബുദ്ധിയില്ലാത്തവനോ അവൻ വേറെ ഏതൊക്കെയോ രൂപത്തിൽ അവന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവന്റെ സ്വഭാവത്തിൽ വിള്ളലുണ്ടാകും, അവന്റെ സ്വഭാവത്തിൽ തെറ്റുകുറ്റങ്ങൾ വരും. ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പറയാൻ കഴിയില്ല. യഹ്ദി ഇലൽ ഫിർദൗസി വൽ ഇക്റാമി. സ്വർഗ്ഗത്തിലേക്ക്, ആദരവിലേക്ക്, ദുനിയാവിലെ ആദരവിലേക്ക്, ആഖിറത്തിലെ ആദരവിലേക്ക്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഈ പുണ്യமான ഈ തഖ്വയും സൽസ്വഭാവമുണ്ടല്ലോ അത് അവനെ ചെന്ന് എത്തിക്കുമെന്ന് മഹാനായ ശൈഖുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറഞ്ഞ വാക്കാണ്, വരികളാണിത്. എത്ര വലിയ മനോഹരമാണ്, എത്ര വലിയ ആനന്ദമാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, എത്ര വലിയ സന്തോഷമായിട്ടാണ്, ആനന്ദമായിട്ടാണ് മഹാനവറുകൾ ഈ വരികൾ അവിടെ നിന്ന് പറഞ്ഞത്. എത്ര വലിയ രസമായിട്ടാണ്, ഉൾക്കൊള്ളാൻ കഴിയുന്ന വാക്യങ്ങളായിട്ടാണ് മഹാനവറുകൾ ഈ കാര്യത്തെ മുഴുവനും ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, മരിച്ചു പോയാൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പോലും എൻ്റെ പ്രിയമുള്ളവരെ സ്വഭാവമുണ്ടല്ലോ. ആ സ്വഭാവമാണ് ജനങ്ങൾ പറയുന്നത്. എത്ര ആളുകൾ മരിച്ചപ്പോഴാണ് മരിച്ചു പോയല്ലോ കഴിച്ചിലായി എന്ന് പറയുന്നത് കേട്ടത്. എത്ര ആളുകളാണ് മരിച്ചപ്പോ പടച്ചോരെ ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ പല ആളുകളും കരഞ്ഞത്. നോക്കൂ നിങ്ങൾ, മാണിയൂർ ഉസ്താദും വഫാത്തായപ്പോ എന്റെ പ്രിയമുള്ളവരെ എത്ര ആളുകളാണ്, കണ്ണൂരുകാർ എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞിട്ട് ഞങ്ങൾ ആത്മീയ നേതൃത്വമായിരുന്നെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞപ്പോ എത്ര സ്വഹാബത്താണ് പൊട്ടിക്കരഞ്ഞത്. പ്രപഞ്ചം മുഴുവനും കരഞ്ഞുപോയി, പക്ഷി പർവ്വതാനികൾ മുഴുവനും കരഞ്ഞുപോയി. എത്ര സ്വഹാബത്താണ് റസൂലുള്ളാഹിനെ കാണാത്ത കണ്ണെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ദുആയിരുന്നത്. റസൂലുള്ളാഹി വഫാത്തായ വാർത്ത കേട്ടപ്പോഴല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാന്തനപ്പോലെ അല്ലാഹുവേ മദീന മുഴുവനും ഓടി നടന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെ എടുത്തു നോക്ക്. അവരെ കാലഘട്ടത്തിൽ അവർക്ക് ലോകത്തോട് വിട പറഞ്ഞപ്പോ എത്ര പേരാണ് റബ്ബേ ഞങ്ങൾക്ക് കാലം തന്നതാണിവരെ, നീ തന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ എത്ര ആളുകളെ നമുക്ക് പറയാനുണ്ട്. അതാ പറയുന്ന നല്ല സ്വഭാവത്തിലായിരുന്നു അവിടൊക്കെ പെരുമാറ്റം. മുത്തുനബിയുടെ പെരുമാറ്റം എത്ര സ്നേഹമാണ്, സൽസ്വഭാവത്തിലാണ്, എത്ര തഖ്വയോടെയാണ് ദുനിയാവിൽ ജീവിച്ചത്. ആര് എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്റെ സിട്ടാവായ പടച്ചുറബ് എന്നെ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തിലാണ് പുന്നാർ നബി തങ്ങൾ ദുനിയാവിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് വിയോഗ വാർത്ത കേട്ട് എല്ലാവരും കരയാൻ തുടങ്ങിയത്. ഒരു മനുഷ്യൻ മരിച്ചാൽ നോക്കൊണ്ട് ആ മനുഷ്യനല്ല എല്ലാവരും പറയാ, ആ മനുഷ്യന്റെ സ്വഭാവം എന്തായിരുന്നു അത് എടുത്തു പറയും. മനസ്സിലായോ? നമ്മോടൊക്കെ എങ്ങനെയാണ് പെരുമാറ, ആ സ്വഭാവം മനുഷ്യന്മാർ എടുത്തു പറയും. അത് എടുത്തു പറയുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഗുണമാണ്, അവന്റെ നല്ല സ്വഭാവത്തിനനുസരിച്ചാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഉദ്കുറു മഹാസിനു മൗതാകും. ഒരു മനുഷ്യൻ നിങ്ങൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയണേ. അതാ മനുഷ്യൻ അല്ലാഹു തആല നന്മകളെ ഇതാ കാരണമാണ്.
നന്മകളൊന്നുമില്ല, ദുനിയാവിൽ ചെയ്ത് മുഴുവനും തെറ്റുകളാണെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു പോയില്ല ദുനിയാവിൽ. പിന്നെ നമ്മള് അതുകൊണ്ടാ പറയുന്നത് ദുനിയാവിൽ നല്ലവരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മെ ഏറ്റവും കൂടുതൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി നമ്മൾ നന്മ ഇവിടെ ഉണ്ടാക്കണം. നമ്മൾ നന്മ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലത് പ്രവർത്തിക്കണം, നല്ലത് പറയണം, നല്ല രൂപത്തിൽ നടക്കണം. ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് 100% പറയാൻ നമുക്ക് കഴിയൂല. അത്രയ്ക്കുള്ള ഈമാനും കരുത്തും നമുക്കാർക്കും ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളതായിട്ടുള്ളൊരു നന്മ ഉണ്ടാക്കുക, നമ്മൾ കഴിയും വിധം നമ്മൾ ശ്രമിക്കുക നല്ലത് പറയാനും. ഇപ്പൊ മരുമക്കളുടെ ഇപ്പൊ ചില അമ്മായിമ്മമാരുണ്ട് മരുമക്കളെ ചീത്ത പറയാ അല്ലെ, ഈ പിന്നെ സ്വന്തം മരുമക്കളെയൊക്കെ വല്ലാതെ അവിടുന്ന് അടിച്ചാക്ഷേപിക്കുന്ന ഉമ്മമാരുണ്ട്. വളരെ മോശം രൂപത്തിൽ കുറ്റപ്പെടുത്തുക, അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെ കുറേ പ്രശ്നമാക്കുന്ന ഉമ്മമാരുണ്ട്. മകളാണെന്നുണ്ടെങ്കിൽ മകളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധ, മരുവളോ അത് ആരോ ഇവിടുന്നോ വന്ന പോലെ. അതേമാതിരി മരുമക്കൾ ഭർത്താവിന്റെ ഉമ്മയോടും ബാപ്പയോടും നിൽക്കുന്ന രൂപങ്ങളുണ്ട്. അതും തിരിച്ചുണ്ട്, ഭാര്യയുടെ ഉമ്മയോടും ബാപ്പയോടും നിൽക്കുന്ന രൂപങ്ങളുണ്ട്. സ്വന്തം ഉമ്മയും സ്വന്തം ബാപ്പയുമാണ് ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും, ഭാര്യയുടെ ഉമ്മയും ബാപ്പയും. ഓരോ ആണും പെണ്ണും മനസ്സിലാക്കണം. നമ്മൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്തൃ ബന്ധം വരെ വേർപിരിഞ്ഞു. അവിടെ ഉണ്ടാകുന്ന ഭർത്താവിന്റെ ഉമ്മ, ഭാര്യയുടെ ഉമ്മ, വാപ്പ, ആ മാതാപിതാക്കൾ ബന്ധമുണ്ടല്ലോ, അതവിടുന്ന് മുറിയുന്നില്ല. എന്നും അവർക്ക് ആ ഒരു ഉമ്മ ബന്ധമുണ്ട് എന്നാണ് പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനം. മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ സ്വഭാവം നന്നാക്കണം. ചില ആളുകളുണ്ട് വീട്ടിൽ വല്ലാത്ത മോശമായിട്ടുള്ള പെരുമാറ്റമാണ്, എന്നാലോ നാട്ടിലിറങ്ങിയ വലിയ മുത്തഖിയാണ്. അങ്ങനെ ചില ആളുകളുണ്ട്. ആ സ്വഭാവം കൊണ്ട് നടക്കരുത്. വീട്ടിലും നാട്ടിലും ഒരുപോലത്തെ സ്വഭാവം കൊണ്ട് നടക്കണം. നാട്ടുകാര് പറയും പടച്ചോനെ ഓന് അങ്ങനൊന്നും പറയില്ല, ഓനെ നമുക്കറിയണതല്ല. പക്ഷെ വീട്ടിൽ കയറി നോക്കണം, വാപ്പാന്റെ ഈ ചങ്ങാതിന്റെ സ്വഭാവം വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. കാര്യമെന്തെന്നറിയോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിലുണ്ട്, ഒരിക്കലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ജനാസക്കരികിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ആ ജനാസയെ കുറിച്ചിട്ട് ജനങ്ങൾ മുഴുവനും നല്ലത് പറയുന്നത് കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യന് ഏറ്റവും നല്ലവരാണെന്ന്. വജബത്ത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോയി. വജബത്ത് നിർബന്ധമായി. ജനങ്ങൾ മുഴുവൻ നല്ലത് ആ മനുഷ്യനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. നല്ല കാര്യങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പറയാണ്, ആ മരിച്ച മനുഷ്യനെ കുറിച്ചിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് നിർബന്ധമായി മറന്നുമുണ്ടെന്നില്ല. പിന്നെ ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് പിന്നെയും ഒരു മയ്യത്തിനെ കണ്ട് ഒരു ജനാസയുടെ അടുത്തിലൂടെ കടന്നുപോയി. അപ്പൊ ജനങ്ങൾ മുഴുവനും ആ മനുഷ്യനെ കുറിച്ച് വളരെ മോശമായിട്ടാ പറയുന്നത്. ഓ മരിച്ചു പോയത് നന്നായി, അവന്റെ നടപ്പെന്തായിരുന്നു, അങ്ങനെ ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും പറഞ്ഞു, വജബത്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആദ്യത്തെ മനുഷ്യന്റെ അടുത്ത് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞത് വജബത്ത് എന്നാണ്, ഇപ്പോഴും നിങ്ങൾ പറയുന്നത് വജബത്ത് എന്നാണ്. എന്താണ് നബിയേ മാ വജബത്ത്? എന്താണ് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ മനുഷ്യൻ വജബത്ത് ലഹുൽ ജന്ന,
ജനങ്ങൾ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ, അവനിക്ക് സ്വർഗം നിർബന്ധമായിട്ടുണ്ട്. രണ്ടാമത്തത് വജബത്ത് ലഹുന്നാർ, ജനങ്ങൾ ആ മനുഷ്യൻ മരിച്ചിട്ട് പോലും അവിടുന്ന് മോശത്തരം പറയുകയാണല്ലോ, മോശത്തരം പറയുകയാണല്ലോ. വജബത്ത് ലഹുന്നാർ, അവന് നരകത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മരിച്ചിട്ട് പോലും നല്ലത് പറയാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അത്രയ്ക്ക് മോശമാണെന്നല്ലേ? ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ജനങ്ങൾക്ക് നല്ലത് പറയാൻ കഴിയണില്ല, അപ്പൊ മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുക നിങ്ങൾ. ഒരു മനുഷ്യൻ മരിച്ചാൽ എത്ര തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പറയാനേ തോന്നുള്ളൂ അല്ലേ? എന്നിട്ട് അവിടെയും മോശത്തരം പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സ്വഭാവം അത്രക്ക് മോശമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങള് മരിച്ചാലും റബ്ബേ ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ള സാക്ഷികളാണ് സ്വഹാബ. അതിനാൽ പൊതുജനം നമ്മെ കുറിച്ച് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നതാണ്. നമ്മൾ പറയും ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, ആരോല നല്ലല്ല എനിക്ക് ചെലവ് തരുന്നത് പറയാൻ പാടില്ല. ജനങ്ങൾ അതും പറഞ്ഞോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കാൻ, എനിക്ക് എന്റെ കാര്യം മതി. അങ്ങനത്തെ ഒരു വാക്ക് നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ആ വാക്ക് ഉപയോഗിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമി ലോകത്തുള്ള പൊതുജനങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങൾ എന്താണ് പറയുന്നത് അത് അല്ലാഹു പരിഗണിക്കുന്നതാണ്. ജനങ്ങൾ പറയണമെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടാകും. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, മനുഷ്യൻ എന്തേ കരുതി അതേ മനുഷ്യൻ പ്രവർത്തിക്കുകയുള്ളൂ. നന്മ പ്രവർത്തിക്കാൻ മനുഷ്യന് താല്പര്യം ഉണ്ടാവും, ശരീരത്തിന്റെ ഇച്ഛകള് സമ്മതിക്കൂല. ഇച്ഛകൾക്ക് തെറ്റുകൾക്ക് എന്റെ പ്രിയമുള്ളവരെ നന്മയുടെ ഭാഗത്തേക്ക് കടക്കാൻ കഴിയില്ല. അതിനെ നമ്മുടെ ശരീരം പ്രേരിപ്പിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഗം ക്ലിയർ ആക്കും. ഞാൻ ശരി എന്ന് പറയും, എത്ര തെറ്റുണ്ടെങ്കിലും സമ്മതിക്കൂല, ഞാൻ എന്റെ ഭാഗത്ത് ശരി. ഈ ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ, മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ നമ്മളത് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. നമ്മളൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട്, പടച്ചോനെ പേടിച്ചിട്ടില്ലെങ്കിലും പടപ്പാടെ നമ്മൾ പേടിക്കണല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. ആ സംഭവം ശരിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലാക്കണം, ആ ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ വേണം, നല്ല ചിന്തകൾ വേണം, നല്ല പെരുമാറ്റങ്ങൾ വേണം, നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ നടക്കണം. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അല്ലേ? നല്ലൊരു സ്വഭാവമാണ് എന്ത്? നമുക്ക് നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കാൻ കഴിയണം. നല്ല കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ച് ചീത്ത പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കന്നെ വേണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുമ്പിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നന്മയുടെ പക്ഷത്തേക്ക് നീ ചേർത്തി തരണേ അല്ലാഹ്.